സാർ, രാജ്യാന്തര തലത്തിൽ തന്നെ ഏറെ പ്രസിദ്ധമാണ് ബ്രിട്ടീഷ് മ്യൂസിയം എന്ന് പറയുന്നത്. ഇവിടെ ഓസ്കാർ വൈൽഡിൻ്റെ അംഗത്വം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അദ്ദേഹത്തിന് അവിടെ പ്രവേശനം ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവേശനം റദ്ദാക്കുന്നു, അദ്ദേഹത്തെ പുറത്താക്കുന്നു. എന്നാൽ 100 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇദ്ദേഹത്തിന് പ്രവേശനം നൽകുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികൾക്ക് അതുമായി ബന്ധപ്പെട്ട് കാർഡുകൾ നൽകുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചത്? 1895 ജൂൺ 15 ഓസ്കാർ വൈൽഡിനെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹം അവിടുത്തെ അംഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അംഗത്വം റദ്ദ് ചെയ്തു. അദ്ദേഹത്തിന് അവിടെ പ്രവേശനമില്ല എന്നും വിധിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വിക്ടോറിയൻ മൊറാലിറ്റി എന്ന് പറയുന്ന യൂറോപ്പിൻ്റെ ബ്രിട്ടീഷുകാരുടെ വൃത്തികെട്ട ഒരു സങ്കല്പമായിരുന്നു അത്. ആ വിക്ടോറിയൻ മൊറാലിറ്റിക്കെതിരെ വളരെ ശക്തമായ രീതിയിൽ ഉള്ള പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ അതിലൊരു കാര്യം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ, അതിൻ്റെ ഒരു ഭാഗമായിട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ വിപ്പിംഗ് ബോയ് എന്ന് പറഞ്ഞ അന്നത്തെ ഈറ്റൺ പബ്ലിക് സ്കൂൾ, ഉദാഹരണത്തിന് വലിയ സ്കൂളാണ് ഈറ്റൺ പബ്ലിക് സ്കൂൾ. അവിടെയാണ് പ്രസിദ്ധ കവിയായ ഷെല്ലി പഠിച്ചിരുന്നത്. പി ബി ഷെല്ലി പഠിച്ചിരുന്നത് അവിടെയാണ്. അപ്പോൾ അവിടെ ഒരു ഇതിനെക്കുറിച്ച് ഷെല്ലിയുടെ ഇത് ഷെല്ലിയെക്കുറിച്ചുള്ളൊരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അവിടെ അപ്പോൾ അതിൻ്റെ ഹെഡ് മാസ്റ്റർ എല്ലാ ദിവസവും രാവിലെ മോർണിംഗ് അസംബ്ലി നടക്കുമ്പോൾ ഒരു കുട്ടിയെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് തല്ലും. അത് വിപ്പിംഗ് ബോയ് എന്നാണ് അറിയപ്പെടുന്നത്. തല്ലാനുള്ളൊരു കുട്ടി, ആരെങ്കിലും ആയാൽ മതി. അപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, അവരിൽ അച്ചടക്ക ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അല്ല, അപ്പോൾ ആ കുട്ടി തെറ്റൊന്നും ചെയ്യണ്ട, എല്ലാ ദിവസവും ഒരാളെ ഇങ്ങനെ നമുക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവരും അച്ചടക്കം പഠിക്കും. ഇതിന് വേണ്ടിയിട്ടാണ് ഓരോരുത്തർ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സ്കൂളിലാണ് ഈറ്റൺ പബ്ലിക് സ്കൂൾ, വലിയ പ്രസിദ്ധമാണ്. പ്രമാണിമാരുടെ മക്കളാണ് അവിടെ പഠിക്കുന്നത്. ആ പ്രമാണിമാരുടെ മക്കൾ പഠിച്ച സ്ഥലത്താണ് പി ബി ഷെല്ലിയും പഠിച്ചത്. അപ്പോൾ ഷെല്ലി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വിക്ടോറിയൻ മൊറാലിറ്റി എന്ന് പറയുന്ന വളരെ വൃത്തികെട്ട സങ്കല്പം, സ്ത്രീകൾക്ക് ചാസ്റ്റിറ്റി ബെൽറ്റൊക്കെ ഇവരുണ്ടാക്കിയിരുന്നു. അവരുടെ ലൈംഗിക അവയവത്തിന് പൂട്ട് വെച്ച് അത് പൂട്ടിക്കൊണ്ട് താക്കോലുമായിട്ട് പോവുക തുടങ്ങിയിട്ടുള്ള പരമ വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നൊരു ജനവിഭാഗമാണ് ഈ ബ്രിട്ടീഷുകാർ എന്ന് പറയുന്നത്. പക്ഷേ അവർ വലിയ ലിബറലിസ്റ്റുകളാണെന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് ലിബറലിസം കേട്ടിട്ടില്ലേ? അതെ. ഇവിടെ പലരും അല്ല, ബ്രിട്ടീഷ് ലിബറലിസമാണ്, ബ്രിട്ടനാണ് ആ ലിബറലിസം ലോകത്ത് അവതരിപ്പിച്ചതെന്നൊക്കെ പറയുകയും അങ്ങനെ ബ്രിട്ടീഷുകാരുടെ സംഭാവനകളെക്കുറിച്ച് വളരെ എന്താ പറയേണ്ടത്, വാതോരാതെ ഇങ്ങനെ പറഞ്ഞ് വിജൃംഭിതരായി തീരുകയും ചെയ്യുന്ന പത്രപ്രവർത്തകർ, സാഹിത്യകാരന്മാർ, വെറുതെ നടക്കുന്നവർ, വക്കീലന്മാർ, രാഷ്ട്രീയക്കാർ, ഇവരൊക്കെ ഇന്ത്യയിലുണ്ടായിരുന്നു. പക്ഷേ ഈ ബ്രിട്ടന് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരിയാണ്, ഈ പറഞ്ഞ ഒരു ലിബറൽ ആറ്റിറ്റ്യൂഡുള്ള ഒരു രാജ്യത്തിന് ചെയ്യാൻ പറ്റുമോ? ഓസ്കാർ വൈൽഡിൻ്റെ എല്ലാ പുസ്തകങ്ങളും നിരോധിച്ചു അവിടെ. ഇനി ഓസ്കാർ വൈൽഡിനോട് ചോദിച്ചു, ഹൂ റോട്ട് ദിസ്? ഓസ്കാർ വൈൽഡ് ഒരു പ്രഭുകുമാരൻ എഴുതിയ ഒരു പ്രണയലേഖനം കോടതിയിൽ വായിച്ചിട്ട് ചോദിച്ചത് നിങ്ങൾ എഴുതിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഓസ്കാർ വൈൽഡ് പറഞ്ഞു, ഹൂ ക്യാൻ റൈറ്റ് സച്ച് എ ബ്യൂട്ടിഫുൾ ലെറ്റർ അതർ ദാൻ ഓസ്കാർ എന്നാണ് ചോദിച്ചത്. അങ്ങനെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ഐറിഷ് റൈറ്ററാണ്. ലേഡി ചാറ്റർലിസ് ലവർ എന്നൊക്കെ പറഞ്ഞ, സൺസ് ആൻഡ് ലവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരാളാണ് ഓസ്കാർ വൈൽഡ്. ആ ഓസ്കാർ വൈൽഡ് ഈ ബ്രിട്ടീഷിൻ്റെ ഈ വിക്ടോറിയൻ മൊറാലിറ്റിക്കെതിരെ നിലകൊണ്ടിട്ടുള്ള ഒരു റൈറ്റർ കൂടിയാണ് അദ്ദേഹം. പക്ഷേ നമുക്ക് ബ്രിട്ടീഷ് ലിബറലിസം എന്ന് പറയുന്നത് ഇവരൊരു ലേബലിൽ വെക്കുന്നതാണ്. നമുക്ക് ഓരോന്നും എടുക്കാം. ബ്രിട്ടന് ഒരു എഴുതപ്പെട്ട ഭരണഘടനയില്ല. ബ്രിട്ടൻ ജനാധിപത്യത്തെക്കുറിച്ചാണ് പറയുന്നത്, സമ്മതിച്ചല്ലോ. ബ്രിട്ടീഷ് ഡെമോക്രസിയാണ് നമുക്ക് ഏറ്റവും വലുത് എന്ന് എല്ലാ വക്കീലന്മാരും ഇടയ്ക്കിടയ്ക്ക് പറയും. ബ്രിട്ടീഷ് ഡെമോക്രസി എന്ന് പറയാറുണ്ട്. പക്ഷെ അത് ഡെമോക്രസിയാണോ? ബ്രിട്ടൻ്റെ രാഷ്ട്ര തലവൻ ആരാണ്? ഇപ്പോഴും ചക്രവർത്തിയാണ്. ചക്രവർത്തി ഇല്ലെങ്കിൽ ചക്രവർത്തിനി. ജോർജ് ആറാമൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലരുണ്ടായിരുന്നു. അതെ, എലിസബത്ത്. പിന്നെ എലിസബത്ത് വന്ന് ഇപ്പോൾ ആരാണെന്ന് എനിക്കറിയില്ല. ആരും ഉണ്ട് അവിടെ? ചാൾസ് രാജകുമാരൻ. ചാൾസ് രാജകുമാരൻ. ചാൾസ് രാജാവ്. രാജകുമാരൻ സാർ, 50 വയസ്സായാലും രാജകുമാരനാവുമല്ലോ.
അല്ല 50 വയസ്സാലേ രാജകുമാരനാവുള്ളൂ അല്ല രാജാവ് ഇപ്പോൾ അയാളിങ്ങനെ നിൽക്കുന്നുണ്ട്, അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രപതിയാണത്. ഇന്ത്യയിലെ പ്രസിഡൻറ്റിനെ പോലെ തന്നെയാണ് അവിടെ ഇദ്ദേഹം. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഇന്ത്യയിലെ പ്രസിഡൻറ്റ് ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ആണ്. അവിടെ അങ്ങനെയല്ല, ജന്മദത്തവും ദൈവദത്തവുമായ രാജാധികാരത്തിൻ്റെ പേരിൽ കിട്ടുന്നതാണ് ആ പദവി. പരമ്പരാഗതമായി തുടർന്നു പോകുന്നു. പരമ്പരാഗതമായിട്ട് പോകുന്നതാണ്. അവരാണ് ചീഫ്. പിന്നെ ഇത് പാർലമെൻ്റ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള, അത് വരെയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ മറ്റത് പോവില്ല. മറ്റത് സ്ഥിരമായിട്ട് അവിടെ തന്നെയുണ്ട്, ഒരിക്കലും പോവില്ല. മരിച്ചാലല്ലേ രാജ്ഞി, എലിസബത്ത് രാജ്ഞി ഇന്നാളാട്ടെ മരിച്ചെന്ന് തോന്നുന്നു. കുറേ കാലം ഇരുന്ന്, അവർക്ക് ചെവിയും കേൾക്കാൻ പാടില്ല, കണ്ണും കാണാൻ പാടില്ല, അത് രാജാവായിട്ടൊക്കെ ഇരുന്ന് കുറേ കാലം ഇരുന്ന്. ഈ അടുത്ത കാലത്ത് മറ്റവർ മരിച്ചുപോയി. ആ മരിച്ചു പോയപ്പോഴേക്കും അതൊരു വലിയ ഇതായിട്ട് പറയുകയും ചെയ്ത്. അതുവരെ പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് ഇവരുടെ സെക്കുലറിസം, ഇവരുടെ ഡെമോക്രസി. ഇനി സെക്കുലറിസം എന്ന് പറയും. സെക്കുലറിസം ആണെന്നുണ്ടെങ്കിൽ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ മതത്തിന് റോളൊന്നുമില്ലല്ലോ, ഇല്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ആംഗ്ലിക്കൻ കാത്തലിക് ചർച്ചിൻ്റെ മറ്റേ ചീഫ് ബിഷപ്പ്, അദ്ദേഹം അവിടുത്തെ ഹൗസ് ഓഫ് ലോർഡ്സ് രാജ്യസഭ അതിലെ അംഗമാണ്. മാത്രമല്ല 26 ബിഷപ്പുമാരെ അവർ നോമിനേറ്റ് ചെയ്ത് വെക്കും അതിനകത്ത്. ബേസ്ഡ് ഓൺ വാട്ട്? ബേസ്ഡ് ഓൺ റിലീജിയൻ. എന്നിട്ട് പറയും ബ്രിട്ടീഷുകാർ സെക്കുലറാണെന്ന് പറയും. ഇതെങ്ങനെയാണ് ശരിയാകുന്നത്? മതത്തിൻ്റെ പേരിൽ മാത്രം 26 ബിഷപ്പുമാരെ അവിടുത്തെ ഹൗസ് ഓഫ് ലോർഡ്സിൽ വെക്കുന്ന സമയത്ത് മതമാണ് അതിൻ്റെ കാര്യം. എന്നിട്ട് പറയുന്നു ഞങ്ങൾ സെക്കുലറിസ്റ്റുകളാണെന്ന് പറയുന്നു. ബ്രിട്ടീഷ് സെക്കുലറിസം. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനാവശ്യമായ രീതിയിൽ അവരൊരു ഫിലോസഫി ഉണ്ടാക്കി വെച്ചു. അത് ഈ ലിബർട്ടി എന്നൊക്കെ, ഓൺ ലിബർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പുസ്തകം എഴുതിയിട്ടുള്ള ചില കക്ഷിയുണ്ട്. ജോൺ ലോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കക്ഷികളുണ്ട്. സബ്സ്റ്റാൻഡേർഡാണ്. ഇയാളുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ബ്രിട്ടീഷ് രാജ്ഞിയെയും രാജവംശത്തെയും സംരക്ഷിച്ചുകൊണ്ട് ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളതാണ് ഇയാളുടെ ഒരു കാര്യം. അതായത് രാജാവ് അവിടെ അൺചേഞ്ച്, ഒരു മാറ്റവും ഇല്ലാതെ ഇരിക്കും. ജനാധിപത്യപരമായിട്ട് എലക്ട് ചെയ്യപ്പെടുന്ന ഗവൺമെൻറ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ മാറ്റമല്ലാത്ത രാജാധികാരവും മാറ്റമുള്ള ജനാധിപത്യത്തെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു രീതി ഉണ്ടാക്കി എടുത്തു എന്നതാണ് ആരുടെ പ്രത്യേകത? ജോൺ ലോക്കിന. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ജോൺ ലോക്കിന അവരവരുടെ ഫിലോസഫറായിട്ട് അംഗീകരിച്ചു. ഇതുപോലൊരു സബ്സ്റ്റാൻഡേർഡ് ഫെല്ലോ നമുക്ക് വേറെ കാണാൻ പറ്റില്ല ഫിലോസഫിയിൽ. യൂറോപ്യൻ ഫിലോസഫിയിൽ വളരെ സോളിഡായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ളവരുണ്ട്. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഒരു തേർഡ് റേറ്റ് കക്ഷിയാണ്. ആ തേർഡ് റേറ്റിനെയാണ് അവർ ഫസ്റ്റ് റേറ്റ് ആക്കി വെച്ചത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ജനാധിപത്യ സംവിധാനത്തിൽ രാജാധികാരത്തിന് തത്വശാസ്ത്രപരമായ അസ്തിത്വം ഉണ്ടാക്കി കൊടുത്തത് ജോൺ ലോക്കാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന. അപ്പോൾ ഇത് പറ്റി പെർമനൻ്റായിട്ട് സ്ഥിരമായിട്ട് രാജാധികാരം നിലനിൽക്കുകയും പിന്നെ ജനാധിപത്യ സംവിധാനം ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ലോവർ ഹൗസും പാർലമെൻറ്റും മാറാതെ നിൽക്കുന്ന രാജാവും എന്നൊരു സങ്കല്പം കൊണ്ടുവന്നു. അപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നതാണോ മാറാതെ നിൽക്കുന്നതാണോ പരമശക്തി? മാറാതെ നിൽക്കുന്നതാണ് അല്ലേ? സ്വാഭാവികമല്ലേ? അതുകൊണ്ടാണ് അവർക്ക് എഴുതപ്പെട്ട ഒരു ഭരണഘടന ഇല്ലാതെ പോയത്. പിന്നെ എന്താണ്? മുഴുവൻ കീഴ്വഴക്കങ്ങളും നടപടിക്രമങ്ങളുമാണ് അവരുടെ രീതി. എൻ്റെ അടുത്ത് ഒരിക്കൽ ഒരു പത്രപ്രവർത്തകൻ ഇംഗ്ലണ്ടിൽ പോയിട്ട് പറഞ്ഞ് അവിടുത്തെ പാർലമെൻറ്റിൽ നമ്മുടെ ഇവിടുത്തെ രീതിയിലല്ല, എല്ലാവരും പോയിരിക്കില്ല, വളരെ കുറച്ച് പേരെ പോയിരിക്കുള്ളൂ, ആവശ്യമുള്ളവരെ പോയിരിക്കുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ അന്ന് നമുക്ക് ഈ പാർലമെൻറ്റൊന്നും ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ എന്താ നടക്കണമെന്ന് അറിയാനുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അറിഞ്ഞു കഴിഞ്ഞപ്പോഴല്ലേ നമ്മുടെ പാർലമെൻറ്റിനേക്കാൾ ഒട്ടും മെച്ചമല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയത്. പിന്നെ ഇവർ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ എന്തും ബ്രിട്ടൻ്റേതൊക്കെ മഹത്താണ് എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു രീതി
ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴാണത് കുറച്ച് കുറഞ്ഞു വന്നിരിക്കുന്നത്. ഗ്രേറ്റ് ബ്രിട്ടൻ എന്നേ പറയുള്ളൂ. അത് അങ്ങനെയായിരുന്നു. ബ്രിട്ടീഷുകാർ എന്തൊക്കെ പറഞ്ഞാലും അവൻ ജനാധിപത്യം എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഡെമോക്രസിയെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. എഴുതപ്പെട്ട രേഖകളും അല്ല, അതല്ല. സ്ഥിരമായിട്ട് രാജാധികാരം നിലനിൽക്കുകയും ജനാധികാരം ഇടക്കിടക്ക് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏറ്റവും അപകടകരമായ ഒരു രീതി. അപ്പോൾ ഡെമോക്രസിക്ക് എന്ത് സ്ഥാനം? അവിടെ അത് തന്നെയാണ് ആ ചോദ്യമുണ്ട്. എന്നാലും പറയും ബ്രിട്ടൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ഇവർ കത്തോലിക്കരായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു രാജാവിന് കല്യാണം കഴിക്കണമായിരുന്നു. ആ രാജാവിന് അപ്പോൾ കത്തോലിക്കർക്ക് ഒരു ഭാര്യ ഉള്ളപ്പോൾ വേറൊരു ഭാര്യയെ സ്വീകരിക്കാൻ കത്തോലിക്ക മതം സമ്മതിക്കില്ല. അപ്പോൾ അത് കാരണം പോപ്പ് അതിന് അനുവാദം കൊടുത്തില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ പോപ്പിനെ മാറ്റിയിട്ട് അയാളുടെ ഒരു സഭ ഉണ്ടാക്കുക. അതാണ് ആംഗ്ലിക്കൻ കത്തോലിക്ക സഭ. നമ്മുടെ നാട്ടിലുള്ള ആംഗ്ലിക്കൻ ചർച്ചയ്ക്ക് ഇപ്പം ആംഗ്ലിക്കൻ ചർച്ചകൾ ഇപ്പം ഈയിടെ അതിനൊരു വനിതാ തലപ്പത്ത് വന്നിട്ടുണ്ട്. ഈയിടെയാണ് വന്നിരിക്കുന്നത്. ബിഷപ്പ് വന്നിട്ടുണ്ട്. ഈയിടെയാണ് അവരാണ് വന്നേക്കുന്നത്. അവർ വളരെ ഏറ്റവും കൂടുതൽ ആദരവ് കിട്ടുന്ന ഹൗസ് ഓഫ് ലോർഡ്സിലെ മെമ്പറാണ് അവർ. അവരോടൊപ്പം 26 ബിഷപ്പുമാരും അവിടെയാണ്. അത്രയൊക്കെ പോയി കൂടെ. എന്നിട്ട് സെക്കുലറാണെന്ന് പറയുകയും നമ്മളത് അംഗീകരിക്കാൻ കൂടി വേണമെന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. രണ്ടും കൂടി നടക്കില്ല. അതങ്ങനെ ശരിയാകില്ല. അപ്പോൾ ഇത് ഈ ബ്രിട്ടീഷ് ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ ഭാഗമായിട്ട് പറയുന്ന ലിബറലിസം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പുസ്തകങ്ങൾ നിരോധിക്കാൻ പറ്റുമോ? എല്ലാം വരട്ടെ എന്ന് വെക്കണ്ടേ? എവിടെയാണ് പിന്നെ ഈ ലിബറലിസം? ഒരിക്കൽ പോലും അവർ അങ്ങനെ ഒരു ലിബറൽ കാഴ്ചപ്പാട് ബ്രിട്ടീഷുകാർ. ഒന്നാമത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ബ്രിട്ടീഷ് മ്യൂസിയം എന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ നമ്മൾ, അതെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മോഷ്ടിച്ചു കൊണ്ടുപോയേക്കണ വസ്തുക്കൾ പ്രദർശിപ്പിക്കുന്ന സ്ഥലമാണ്. മോഷണ വസ്തുക്കൾ മഹത്വമായിട്ട് പ്രദർശിപ്പിച്ചുകൊണ്ട് അതിൻ്റെ മഹത്വം നമ്മുടെ കോഹിനൂർ അടക്കം, അതെ അതെ, കിരീടവും ഇതൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചേക്കുന്നത്. എന്താണ് ഇത്? ഞങ്ങൾ കോളനി ഇവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോയി വെച്ചിട്ട് ഇത് ഞങ്ങളുടെയാണെന്ന് പറയണ്. എന്നിട്ട് അത് മഹത്താണെന്ന് പറയണ്. അത്രയും പറഞ്ഞോ? ഇത് ഒന്ന് ആലോചിച്ച് നോക്ക്. തൻ്റെ വീട്ടിലിരിക്കുന്ന സാധനം ഞാൻ അടിച്ചു മാറ്റി എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതെങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് അടിച്ചു മാറ്റിയാണ് ഇപ്പം എൻ്റെയാണെന്ന്. അത് പറയുന്നൊരു സംസ്കാരമാണ് അവിടെ ഉള്ളത്. ഇതിനെയാണ് ഇന്നിപ്പോൾ ജനാധിപത്യം, മഹത്തായ മതേതരത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രചരിപ്പിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് ഇത് അത് ശ്രദ്ധിക്കാറില്ല. കാരണം ഈ ബ്രിട്ടീഷ് പക്ഷപാതം കൊണ്ടും ബ്രിട്ടീഷ് ആരാധന കൊണ്ടും ബ്രിട്ടീഷുകാരുടേതൊക്കെ മഹത്താണെന്ന് നമ്മൾ പ്രചരിപ്പിച്ചിരുന്നു. ഇപ്പം അത് കുറേശ്ശെ കുറഞ്ഞു വരുന്നുണ്ട്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ ബ്രിട്ടൻ തന്നെ ഇപ്പോൾ ഒരു ലോകത്തിലൊരു ശക്തി അല്ലാതെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇപ്പോൾ അവർക്ക് ആകെ വിൽക്കാനുള്ളത് അവരുടെ വിദ്യാഭ്യാസം മാത്രമാണ്. വേറെ ഒന്നും വിൽക്കാനില്ല. കാരണം അതിപ്പോൾ ഒരു വലിയ സാമ്പത്തിക ശക്തി അല്ല ബ്രിട്ടൻ ഇപ്പോൾ, വലിയൊരു വൈജ്ഞാനിക ശക്തിയുമല്ല. പിന്നെ എന്താ വെച്ചാൽ ഈ ബുക്കർ പ്രൈസ് അതെന്നൊക്കെ പറഞ്ഞാൽ തേർഡ് റേറ്റ് റൈറ്റേഴ്സിന് കിട്ടുന്നതാണ്. അതെ, അല്ലാതെ ഈ മാൻ ബുക്കർ പ്രൈസോ മാൻ ബുക്കർ പ്രൈസ് എന്നാണ് പറയുന്നത്. അത് തേർഡ് റേറ്റ് റൈറ്റേഴ്സിനാണ് കിട്ടാറുള്ളത്. അല്ലാണ്ട് ആ ബുക്കർ പ്രൈസ് കിട്ടിയവരൊക്കെ മഹത്തായ എഴുത്തുകാരാണെന്നുണ്ടെങ്കിൽ അരുന്ധതി റോയി മഹത്തായ എഴുത്തുകാരിയാകണ്ടല്ല. അല്ല എന്നുള്ളവർ എല്ലാവർക്കും അറിയാം. അല്ലാതെ വായിച്ചിട്ട് എല്ലാവർക്കും അറിയാം. അരുന്ധതി റോയി ആ കൂട്ടത്തിൽ ഏറ്റവും വ്യാസ മഹർഷിയാണെന്ന് സമ്മതിക്കണം ഈ ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലാവുക. ആ ഒരു സബ്സ്റ്റാൻഡേർഡ് കാര്യങ്ങളാണ് ഇവരിപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് വരുന്നത്? ഈ ബ്രിട്ടീഷ് ജനാധിപത്യം വരുന്നത്, ബ്രിട്ടീഷ് ലിബറലിസം വരുന്നത്, ബ്രിട്ടീഷ് സെക്കുലറിസം വരുന്നത്. ഇതെല്ലാം ഒരുതരം കോൺട്രഡിക്ഷൻസിൻ്റെ രീതിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.